ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നല്ലോ, ഈ കപ്പലണ്ടിക്കകത്തൊക്കെ കപ്പലണ്ടിക്കകത്ത് കീടയല്ല വരുന്നത്, കപ്പലണ്ടിക്കകത്ത് പൂപ്പ് വരുന്നത് പോലെ. പിന്നെ ഈ നമ്മൾ വാങ്ങിയ പയർ, കടല അങ്ങനെയൊക്കെയുള്ളത് ഞാൻ ഈ ബോട്ടിലാണ് ഇടുന്നത്. അപ്പം ബോട്ടിൽ അങ്ങനെ ചില സമയത്ത് ചില സമയത്ത് ഇത്തിരി ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ ചെറിയ കീട വരുന്നത് പോലെ കണ്ടിട്ടുണ്ട്. അപ്പം ഗീതേച്ച് തോന്നുന്നു കാസറോളിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് കാസറോൾ ആണെങ്കിലും ഒരെണ്ണം എങ്ങാനല്ല കാണത്തുള്ളൂ, അത്രയും ക്വാണ്ടിറ്റി ഇടാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ വലുതും ചെറുതും ബോട്ടിൽ ഇടുമ്പം. അപ്പം പിന്നെ ആനി പറഞ്ഞു ക്ലൗ ആൻഡ് ഗാർലിക് ഇട്ടാൽ മതിയെന്ന്. ക്ലൗ ഇടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലേ ആര്യവേപ്പില, അതിട്ടാലും നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. ആര്യവേപ്പില എനിക്ക് അങ്ങോട്ട് കിട്ടാൻ അവിടെ വലിയ മരമാണ്, അതിൽ നമുക്ക് ഓടിക്കാനൊന്നും നോക്കത്തില്ല. അപ്പോൾ അതാ ഞാൻ ചോദിച്ചാട്ടോ. എന്നാലും പറഞ്ഞല്ലേ, അറിയാവുന്നതൊക്കെ എല്ലാവരും പറഞ്ഞു, അതിനൊത്തിരി നന്ദിയുണ്ട്. കാരണം നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കത് വലിയ ഉപകാരമാവും. ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരമാവും നമ്മളിങ്ങനെ കമൻറ്റിൽ റിപ്ലൈ ചെയ്യുമ്പോഴേ. അപ്പോൾ ഞാൻ ഇഷ്ടം പോലെ എൻ്റെ മീൻകറി എൻ്റെ പഴയ ആൾക്കാർക്കൊക്കെ കാണാപ്പാടും. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നു, ചേച്ചി ഫിഷ് റെസിപ്പി ഇടുമോയെന്ന്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നോക്കിയത്, ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെ ഇടാം. കാരണം എൻ്റെ മീൻ വീഡിയോ കണ്ട് എല്ലാവരും മടുത്ത് പിന്നെ അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ അങ്ങ് പോകുന്നത്. എന്നാലും ഞാൻ പറയും കേട്ടോ, മിക്കവാറും ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ആർക്കെങ്കിലും പ്രയോജനമാവട്ടെന്നും പറഞ്ഞു. പ്രൈസനാന്നോടെ അവിടെ നിൽക്കുന്നേ? എന്തുവാ എഴുതാൻ പറഞ്ഞിട്ട് എഴുതുന്നില്ലേ? പറ, എത്ര എഴുതിയെന്ന് വെച്ചാൽ അത്രയും തരാൻ പറ. ഫുള്ള് ചാപ്റ്റർ എഴുതണ്ടെന്ന് പറ. അത്ര ഇപ്പം നിന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ അവന് കുറച്ച് എഴുതി കൊടുത്ത്, പിന്നെ ഹിന്ദിയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കൊടുത്ത് അവൻ കുറച്ച് എഴുതി. അവന് പനി, അവന് മിക്ക എക്സാം സമയത്ത് പനി. ഇന്ന് പിന്നെ കൊണ്ടുപോയി എഴുതിപ്പിച്ചിട്ട് കൊണ്ടുവരുമായിരുന്നു. രാത്രി പെട്ടെന്ന് ഒരു കോൾഡും പനി. പിന്നെ മെഡിസിൻ കൊടുത്ത് ഇനിയിപ്പം നോക്കട്ടെ. അവനെന്നാ പേടിയുണ്ടോടാന്ന് വെച്ചാൽ അതിങ്ങനൊന്നും ഇല്ല. പിന്നെ എന്താണെന്നറിയത്തില്ല. അപ്പം ബാക്കി എനിക്കിപ്പോൾ സമയമുണ്ട്. എനിക്കിനിയും ഇപ്പം സമയം 9 മണി കഴിഞ്ഞ്. ഇവർക്കൊക്കെ ആഹാരം കൊടുത്താൽ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകാൻ കിടക്കുന്നു. ഈ എഡിറ്റിംഗ് ചെയ്തില്ല. ഈ എഡിറ്റിംഗ് ഇവരിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സമയം എടുക്കും. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേരോട് എന്തെങ്കിലും പിന്നെ സൗണ്ട് ഉണ്ടാക്കിയ ബഹളം വെക്കുന്ന സമയത്ത് പിന്നെ അതെനിക്ക് വീണ്ടും ഡിലേറ്റ് ആക്കിയിട്ട് എഴുതിപ്പിക്കണം. അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടിനെയും കൂടെ ഏർപ്പാടാക്കി ഏൽപ്പിച്ചിട്ട് വരാൻ എനിക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവനോട് ഇച്ചേരം ഒന്ന് എഴുതി കൊടുക്കുന്ന 1-2 ചാപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ടേ ഞാനൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. നാട്ടിൽ ചെല്ലപ്പോൾ അവിടെ ഉണ്ടാക്കും. അപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വേണ്ട, അവിടെ ഒരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കഴിച്ചാന്ന് പോള് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാ അതിൽ ഇന്ന് ഉണ്ടാക്കുക, ഒന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ആദ്യം അതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്വല്പം മൈദാപ്പൊടിയും ചേർക്കുന്നുണ്ട്. നാട്ടിലൊന്നും മൈദാപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു, ഗോതമ്പ് പൊടി മാത്രമായിരുന്നു. അപ്പോൾ ഇവന്മാർക്കതൊരു ടേസ്റ്റ് ഇച്ചിരി വേണമെങ്കിൽ കിട്ടിക്കോട്ടെന്നും പറഞ്ഞ് ഇച്ചിരി ഗോതമ്പ് പൊടിയും മൈദയും കൂടെ ചേർത്തിട്ട് കലക്കി, നമ്മൾ സാധാരണ കലക്കത്തില്ലേ അതുപോലെ കലക്കി ദോശക്കല്ല് ഒഴിച്ചെടുക്കുക. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടം കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങയും ഈ ശർക്കരയൊക്കെ ഇട്ട് നമ്മൾ മടക്കപ്പം ഉണ്ടാക്കത്തില്ലേ, അത് ഭയങ്കര ഇഷ്ടം. അത് ഇവന്മാർക്ക് ഇഷ്ടമേ അല്ല. അതേസമയം അതേ തേങ്ങയും ശർക്കരയും നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുവാണേലോ അല്ലെങ്കിൽ നമ്മൾ ഇലയ്ക്കകത്ത് വെച്ച് ഇലയപ്പം ഉണ്ടാക്കുവാണെങ്കിലോ അവർക്കിഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഈ ദോശക്കല്ല് മാവ് കോരി ഒഴിച്ചിട്ട് ഈ ഫില്ലിങ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ എല്ലാവർക്കും ഓരോരോ രീതികൾ. പിന്നെ ഞാൻ ലാസ്റ്റ് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം. ഞാൻ ഇച്ചിരി ജീരകം മുഴുവനുള്ള ജീരകം ഇട്ടത്, അന്നേരം അതൊന്ന് കടിക്കാനൊക്കെ ഇടയ്ക്ക് കിട്ടുന്നത് ഇഷ്ടം. പക്ഷേ അതൊന്നും ഞാൻ കൊച്ചവൻ തിന്നില്ല, പോള് കഴിച്ചു. പക്ഷെ അവന് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ 2 കല്ല് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച്.
എനിക്കിങ്ങനെ ഈ മാവ് കോരി ഒഴിച്ചിട്ടേ നിങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പം ചക്കപ്പഴമാണെങ്കിൽ പിന്നെ കൂഴയല്ല, വരിക്ക ചക്കപ്പഴം ഇങ്ങനെ അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇതുപോലെ ശർക്കരയും തേങ്ങയും അല്ലെങ്കിൽ പഞ്ചാരയൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് മടക്കി അങ്ങനെ കഴിക്കാം. അന്നേരം ആ ചക്ക ഒരു ഇച്ചിരി ഒന്ന് ആവി കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവന്മാരെ എന്തിനാ കുറ്റം പറയുന്നത്? ഞാൻ എൻ്റെ ബ്രദറിൻ്റെ 5 വയസ്സുള്ളവൻ ഒരു ദിവസം ബെൻസി ഫോൺ ചെയ്തുകൊണ്ട് എന്തോ കഴിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാവാ, ഓ ദോശയും കടലക്കറിയും, എനിക്കത് ഇഷ്ടമല്ലെന്ന് അറിയാം, എന്നാലും അമ്മ അതേ ഉണ്ടാക്കുന്നേ, ദോശയും കടലക്കറിയാണ്. അവൻ പറയുന്നത് സ്റ്റൈൽ, അവൾ പറയുന്നത് അവൻ്റെ ഒരു പറച്ചിലൂടെ കേൾക്കണം, ദോശയും കടലക്കറി കടലക്കറി കടലക്കറി. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ദൈവമേ, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കണമെന്നല്ല, അവർക്ക് ഓരോന്നിനും ഞാൻ ചിലപ്പം ദേഷ്യം വരുമ്പോൾ പറയും, ഇതെന്തോടെ ഹോട്ടലാണെന്നോടാ നീയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇന്നതാന്ന് പറയുമ്പം. കാരണം നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ പറയുന്ന മെനു എന്തുവാന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കി തരത്തില്ല. ആ അർത്ഥത്തിലാണ് ഞാനീ പറയുന്നത് ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. ഞാൻ ചായ കുടിച്ചില്ല, ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ട് കുടിക്കാമെന്ന് പറഞ്ഞ്, ഇച്ചിരി തണുത്തിട്ട് കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചിരുന്ന ഇനി ഞാനൂടെ എനിക്ക് ചായ എടുക്കട്ടെ. പിന്നെ ഞാനും കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്, ചമ്മന്തിയും ദോശയും കൂടെ പോയി കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് നേരത്തെ ഇച്ചിരി ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇച്ചിരി സവാള മാത്രം ഇട്ടിട്ട് ഇങ്ങനെ അപ്പച്ചട്ടിക്കകത്തൊഴിച്ച് അവന് ടൊമാറ്റോ സോസും കൂട്ടി അവന് ടിഫിൻ ഒപ്പിച്ച്. ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, ബ്രെഡും മുട്ടയും കൂടെ തരട്ടെന്ന് വെച്ചാൽ വേണ്ട, ചപ്പാത്തിക്കകത്ത് എഗ്ഗ് വേണ്ട. പിന്നെ അവസാനം ഇത് കൊണ്ടുപോയി, ഇത് ആ ഉള്ളിയൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നത് കൊണ്ട് അവന് ഇഷ്ടം. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ ഇടുമ്പോഴേ അതിന് കുറേയും കൂടെ ഒരു അപ്പോൾ പിള്ളേർക്ക് കഴിക്കുമ്പോഴും ഒരു നല്ല ഇതാണല്ലേ. അപ്പം പിന്നെ ക്യാനൊക്കെ കഴുകി ഇനി വെള്ളം നിറച്ച് വയ്ക്കണം. അന്ന് കഴിഞ്ഞ് പാത്രം കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ. ക്യാനൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ വെക്കണം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു ഓർമ്മ വന്നേ. പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെ അവധിയാകാനായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കും. അപ്പം ഞങ്ങൾ കൂടുതലും പോകുന്നത് അമ്മയുടെ വീട് കോന്നിയാണല്ലേ, അവിടെ പോകുന്നത് ഞങ്ങൾ അവധിക്ക്. അപ്പോൾ അവിടെ എന്നൊക്കെ വെച്ചാൽ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിലെ അവിടെ ഈ ചില പാറയ്ക്കകത്തുനിന്ന് ഇങ്ങനെ നീരുറവ വരും, ഇങ്ങനെ ഊറി വെള്ളം വരും. കുഞ്ഞൊരു പാറയിൽ നിന്ന് വെള്ളം വരും, അതിങ്ങനെ അവിടെ തളം കെട്ടി കിടക്കും. ഇങ്ങനെ ഞങ്ങൾ ചിരട്ടെ കോരി ഇങ്ങനെ കലത്തിൽ നിറച്ച് എത്ര നേരം ഇരിക്കണമെന്ന് അറിയാമോ? അതൊന്ന് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അരുവി പോലെ കാണും. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഇപ്പം ഞാൻ അതൊക്കെ ചിന്തിക്കും, ഇപ്പം അതൊന്നും കാണത്തില്ല. ഇപ്പം ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ കിണർ പോലും അങ്ങനെ കാണത്തില്ല. അങ്ങനെ ഈ അരുവികളിൽ പോയി ഇങ്ങനെ ഈ പാറയുടെ അതിൽ നിന്ന് ഇങ്ങനെ തുള്ളി അരുവിയായിട്ട് വരുന്നതിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി ആ ചിരട്ടയ്ക്കകത്ത് കോരാനേ കാണൂ, അല്ലാതെ കലമുക്കിയൊന്നും കോരാൻ കാണത്തില്ല. അത്രയ്ക്ക് വെള്ളക്ഷാമം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിലെ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തോട്ടത്തിൻ്റെ അകത്തായിരുന്നു ഈ കുളം. അവിടെ കൂടുതൽ ഈ പാറയും അവിടെ നിന്ന് ഈ സ്റ്റെപ്പുകളൊക്കെ, നമ്മളിപ്പോൾ ഒരു തൊടിയിൽ നിന്ന് അടുത്ത തൊടിയിലോട്ട് കയറണമെങ്കിൽ ഇങ്ങനെ കല്ല് വെച്ച സ്റ്റെപ്പ് പോലുള്ളതാണ്. എനിക്കതിൽ കൂടെ നടക്കാൻ ഭയങ്കര പേടി. നമുക്ക് ഒരു പിടിക്കാനൊരു ഇതില്ലാതെ ഒരു പ്രാക്ടീസ് ഒന്നും നമുക്കങ്ങനെ ഇല്ലല്ലോ. നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിയല്ലേ നമ്മൾ നടന്നിട്ടുള്ളൂ. ഈ കല്ലേ കൂടെ നടക്കുമായിരുന്നു. എനിക്ക് എത്താണെങ്കിലും ആ കോന്നി സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇച്ചിരി ഉള്ളിലോട്ട് പോകുമ്പം കിളികളുടെ ചിലപ്പം പാറയുടെ മുകളിലൊക്കെ കയറിയിരിക്കാം. തുണികളൊക്കെ നമ്മൾ തോട്ടി നനച്ചിട്ട് ഈ പാറയുടെ മുകളിലൊക്കെ വിരിക്കും. നല്ലൊരു രസമായിരുന്നു കൊച്ചിലത്തെ കാലം. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ ആദ്യം ചിന്തിച്ചത് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കാമെന്നാണ്. പിന്നെ ചിന്തിച്ച് മുട്ട ഇരിപ്പുണ്ടല്ലേ, ഇതാകുമ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചുങ്ങൾക്ക് പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമാണ്, അപ്പച്ചനാണെങ്കിലും ഇഷ്ടമാണ്, റീച്ചാനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് ചപ്പാത്തിയുടെ കൂടൊക്കെ കഴിക്കാൻ. അപ്പോൾ അത് ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അതൊക്കെ എടുത്താൽ ഉള്ളിയൊന്ന് വഴന്ന് വന്നാൽ പിന്നെ എല്ലാം കാര്യം റെഡി. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് മുട്ടക്കറിയേക്കായി അല്ലാതെ ഉണ്ടാക്കുന്നതിനേക്കായി ഇതാ കുറേയും കൂടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് 2-3 പ്രാവശ്യം ഈ ഒരു റെസിപ്പി ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് പിന്നെ കൂടുതലങ്ങ് പറയാൻ പോയില്ല വിശദമായിട്ട്. ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞേക്കാം,
സവാളയും പച്ചമുളകും ടൊമാറ്റോയൊക്കെ എല്ലാം കൂടെ ഇത് ടൊമാറ്റോ വേണ്ടിയവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. എല്ലാം കൂടെ നന്നായി വഴറ്റിയിട്ട് അതിൽ നമ്മൾ മുട്ടയ്ക്ക് ചേർക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നുണ്ടെങ്കിൽ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇച്ചിരി നേരം ഇങ്ങനെ അടച്ച് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ മുകളൊക്കെ ഇങ്ങനെ ഈ വെള്ളം ഒക്കെ ഒന്ന് ലിക്വിഡൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് വെന്ത് വരുന്ന ഉടനെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ സൈഡിലത്തെയും കൂടെ നന്നായിട്ട് ബാക്കിയുള്ള ലിക്വിഡൊക്കെ അങ്ങ് അബ്സോർവ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു മുട്ട റോസ്റ്റ് പോലായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ചപ്പാത്തിക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അന്നും അച്ചാറിന് വാങ്ങിച്ച മീനിൻ്റെ അകത്തെ 3 തല ഞാൻ ആദ്യം സെപ്പറേറ്റ് അങ്ങ് മാറ്റിയായിരുന്നല്ലോ. അപ്പം അതിൽ ഒരു തല അന്ന് എടുത്തായിരുന്നു, ബാക്കി അതിൽ ഒരു തലയും പിന്നെ ഈ അച്ചാറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ നല്ല ഭാഗമേ ഞാൻ എടുത്തുള്ളൂ. ഇച്ചിരി ലിവർ പോലുള്ള ഭാഗങ്ങളും അങ്ങനെയുള്ള വാലും അതൊക്കെ വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യത്തേക്കിനും കറിക്ക് വേണ്ടിയുണ്ട്. അതിന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാണ്ട് പറഞ്ഞില്ലേ റെസിപ്പി ചോദിച്ചെന്ന്, അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീൻകറിയുടെ ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് ഉലുവായും ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ, മല്ലിപ്പൊടി ചിലപ്പോഴെങ്ങാണ് ചേർക്കത്തുള്ളൂ. ഇതിപ്പോൾ മുളക് പൊടി മാത്രം ഇട്ട് ആ മുളക് പൊടിയുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത്, ഉലുവാപ്പൊടി വേണമെങ്കിൽ തിളച്ച് സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ ഈ പിന്നെ മുളക് പൊടിയൊക്കെ ചൂടാക്കുന്ന സമയത്ത് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്നുണ്ടെങ്കിൽ മീൻ പറക്കി ഇട്ടാൽ മതി. ഇവിടെ ഈ വാലുണ്ടല്ലേ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, പ്രൈസമ്മോനാണ് അതിഷ്ടം, അതവനിഷ്ടം. അതുകൊണ്ട് അവനാ സെപ്പറേറ്റ്, ഞാനൊരു ഇച്ചിരി കയറ്റി അങ്ങ് കണ്ടിച്ചെടുത്ത്. അപ്പോൾ മീനെല്ലാം ഒന്ന് അരപ്പ് തിളച്ച് വരാറാണ്. മീൻ ഇതെല്ലാം ഞാൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പിലയിട്ട് നല്ല നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ മീൻ കറിക്കൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഉലുവാപ്പൊടി ഇപ്പോഴാണ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് സ്പൂണും കൊണ്ട് മുകളൊക്കെ ഒന്ന് ഇങ്ങനെ നമക്കി കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ തിളച്ച് വറ്റി വരും. അപ്പോൾ മീനൊക്കെ തിളച്ച് വറ്റി വന്നായിരുന്നു. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത ഇതായത് കുറേയും കൂടെ അതങ്ങ് ഇച്ചിരി ചാറോടുകൂടി നമ്മൾ തീ ഓഫാക്കിയാലും ചട്ടി കിടന്ന് കുറേയും കൂടെ വറ്റും. അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കണക്കാക്കി വേണം മീൻ ചട്ടിക്കകത്ത് മൺചട്ടിയിൽ വെക്കുന്ന കറികൾ ഓഫാക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു ഒരു മോരുകറി വയ്ക്കാനായിട്ട്. അപ്പം മോരുകറി ഞാൻ തേങ്ങയൊന്നും ചേർക്കാറില്ല, ഓട്ടമോരെന്ന് പറയുന്നതിന്. അപ്പോൾ ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുണികളൊക്കെ ഇവിടെ ആയി, ഇനി തുണികളെല്ലാം ഒന്ന് വിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു, ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.